തുടങ്ങിക്കുന്നോ? ഹായ് ഗൈസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് മരണമാസ് എന്നുള്ള സിനിമ കണ്ടു. ബേസിൽ ജോസഫ് പോയി. ബേസിൽ ജോസഫ് മെഗാസ്റ്റാർ ആയിട്ട് വരുന്നേ. മരണമാസ് ബേസിൽ ജോസഫിന്റെ വീക്ക്ലി സ്റ്റാർ ബേസിൽ ജോസഫിന്റെ മരണമാസ് എന്നുള്ള സിനിമ കണ്ടിറങ്ങി. വീക്ക്ലി സ്റ്റാർ എന്നാണ് അവനെ പറയുന്നത്, എല്ലാ പടങ്ങളുണ്ടാവും. പക്ഷെ ഇതില് ആംഗ്രി യങ്സ്റ്റാർ, ഡയറക്ടർ ശിവപ്രസാദ് അല്ലേ? ശിവപ്രസാദ് ആണ് ഡയറക്ടർ. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ളവര് ബേസിൽ ജോസഫ്, അതുപോലെ വേറെ ആരുടെ, സിജു സണ്ണി, രാജേഷ് മാധവൻ, പിന്നെ അനിൽകുമാർ, സുരേഷ് കൃഷ്ണ, ഇവരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇതില് സിജു സണ്ണിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്. സിജു സണ്ണിയും ശിവപ്രസാദും കൂടി ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ഉള്ളത്. പിന്നെ സിനിമ ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ബേസിൽ ജോസഫ് വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ സുരേഷ് കൃഷ്ണ നന്നായിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും അടിപൊളിയാണ്. പ്രത്യേകിച്ച് മറ്റേ രാജേഷ് മാധവ് എന്നുള്ള ക്യാരക്ടർ, പുള്ളിയാണ് ഇതിൽ സീരിയൽ കില്ലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലറായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് അല്ലേ? കോമഡീസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ ഇതിലെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നന്നായി, നല്ല സ്പീഡിൽ തന്നെ പോയി. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് മീൻസ് അത്യാവശ്യം ഒരു എന്റർടൈൻ ആയിട്ട് പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ഈ പറഞ്ഞ ചെറിയൊരു ഡിലേ എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. പക്ഷേ സ്ഥലത്ത് ഇത്തിരി ഇങ്ങനെ നീട്ടി പിടിക്കണ പോലെ ഒരു ഫീൽ ഉണ്ട്. പക്ഷെ എൻഗേജിങ് ആയിരുന്നു. പിന്നെ നമ്മള് ബാബു ആന്റണിനെ പറഞ്ഞില്ല, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ഫൺ റൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ക്ലൈമാക്സും നല്ല രസമുണ്ടായിരുന്നു. സീരിയൽ കില്ലിങ് പരിപാടികളും അതിന്റെ, പിന്നെ ബേസിൽ ജോസഫ് ഫസ്റ്റ് ഹാഫിൽ നല്ല കട്ടക്ക് നിന്നിരുന്ന ഒരാള് സെക്കൻഡ് ഹാഫിൽ ആ കഞ്ചാവ് അടിച്ചിട്ട് പിന്നെ കുറച്ച് വന്നിട്ടല്ലായി, പിന്നെ ഡയലോഗ്സ് ഒന്നും ഇല്ലാണ്ടായി. ആ ഒരു ഏരിയയിലാണ് നമുക്ക് ഏരിയ ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ ക്ലൈമാക്സ് നന്നായിട്ട് പോയി. മൊത്തത്തിലൊരു നല്ലൊരു സിനിമ അല്ലേ? പിന്നെ മ്യൂസിക്കും പെർഫോമൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. മ്യൂസിക്കും കുഴപ്പമില്ല. പക്ഷെ ചില BGMs ഒക്കെ വേറെ ഏതോ പടത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് സിങ്ക് ആയി പോകുന്നുണ്ടായിരുന്നു. ഓരോ സീൻസ് ആയിട്ട് നല്ല രസമുണ്ടായിരുന്നത്. അതുപോലെ സീൻസ് പ്ലേസ്മെന്റ്സ് അതൊക്കെ ഓക്കെ. വിഷ്വൽസ് എല്ലാം അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ കുഴപ്പമില്ല, നല്ല രസമായിട്ട്. കൂടുതൽ നൈറ്റ് അല്ലായിരുന്നു? കൂടുതൽ നൈറ്റ്, ഒരു വൺ ഡേ നൈറ്റിൽ നടക്കുന്ന ഇതാണ് കൂടുതലും കാണിക്കുന്നത്. എന്തായാലും നല്ല. പിന്നെ അതിൽ വരുന്ന ക്യാമിയോ റോൾസ് നമ്മള് ഒരു ക്യാമിയോ ഉണ്ട്. ആകെ ഒരു മിനിറ്റ് എങ്ങാണ്ടുള്ള ഒരു ക്യാമിയോ, ഒരു മിനിറ്റ് തികച്ചുണ്ടാവില്ല. അത് നല്ലൊരു ക്യാമിയോ ആയിട്ട് മാറി. അത് ആൾക്കുള്ള തീരെ എക്സ്പെക്ട് ചെയ്തില്ല. നല്ലൊരു ക്യാമിയോ ആയിരുന്നു. ആദ്യമായിട്ട് എങ്ങനെ ഒരു ക്യാമിയോ ആണ്. മൊത്തത്തിലൊരു നല്ല സിനിമ, നല്ല ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയാണ് മരണമാസം. നമ്മളിപ്പോ കണ്ട 3 സിനിമയിലും മരണമാസമാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. എനിക്ക് ഇഷ്ടപ്പെട്ട മരണമാസം തന്നെയാണ്. എനിക്ക് ജിംഖാനയാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ജിംഖാനിലെ സ്റ്റോറി ഇത് നല്ലൊരു സ്റ്റോറി എന്റർടൈൻമെന്റ് ആണ്. ഇതിൽ നല്ലൊരു സ്റ്റോറിയാണ്. ഡാർക്ക് കോമഡി ആയിട്ട് ഇങ്ങനെ പോയിട്ട് കാണാം. പിന്നെ ബസൂക്കയും കുഴപ്പമില്ല. ബസൂക്കയുടെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു, വേറെ കാര്യം. ഈ 3 സിനിമ ഏത് കണ്ടാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? അതെ, ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യും ഈ പടമാണ് മരണമാസം. എന്റർടൈൻ ആയിട്ട് കാണാൻ പറ്റുന്ന മരണമാസമായിരിക്കും. അപ്പൊ അങ്ങനെ എല്ലാവരും സിനിമ കാണാം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സ് അറിയിക്കുക. ഓക്കെ.